ഹലോ, ഇന്ന് നമുക്ക് പാടത്ത് പണിയുണ്ട് കേട്ടോ. കൂർക്കയ്ക്ക് പൂഴിയിടലാണ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും കഞ്ഞി കൊണ്ടുപോകണം. കഞ്ഞിക്ക് ഉപ്പേരിയായിട്ട് ഇടിച്ചക്ക. അതിനുള്ള ഉള്ളി മുളകും ചതയ്ക്കുകയാണ് ഞാൻ. ഇടിച്ചക്കയല്ല, എന്നാൽ ചക്കയിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ഒരു പരിവാണ്. കുറേശ്ശെ ചുളയൊക്കെ ആയി തുടങ്ങി. അങ്ങനത്തെ ഒരു ചക്കയാണ്. അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുറച്ച് അധികം ഇട്ടു. മുളക് പൊടി നമ്മുടെ ഇവിടുത്തെ മുളകിന് ഭയങ്കര എരിവാണ്. കളറ് കുറവാണ്, പക്ഷേ ഭയങ്കര എരിവാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൊടി ഇട്ടിട്ട്, മുളകിൻ്റെ പൊടി ഇട്ടിട്ട് ഉപ്പേരി കാച്ചാന്ന് വിചാരിച്ചു. സാധാരണ നമുക്ക് ഈ ഒരു ഏപ്രിൽ ലാസ്റ്റ് മെയ് ആദ്യമൊക്കെ ആകുമ്പോഴേക്കും കൂർക്കയുടെ എരി മാറി തുടങ്ങും. അപ്പോൾ ഒരു 7-8 പേരൊക്കെ പണിക്കുണ്ടായിരിക്കും. അപ്പോൾ 8 മണിയാകുമ്പോഴേക്കും കഞ്ഞി കൊണ്ടുപോകണം. അപ്പോൾ കുറേ പേർക്കുള്ള കഞ്ഞിയും എല്ലാവർക്കുള്ള കഞ്ഞി കൊണ്ടുപോകണം. എല്ലാവർക്കുള്ള കഞ്ഞിയും ഉപ്പേരിയും ചമ്മന്തിയൊക്കെ ആയിട്ടാണ് പോവാം. പിന്നെ അതുപോലെ 2 നേരം ചായയും. പിന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട്. നാരങ്ങയിൽ ഉപ്പും പഞ്ചസാരയും ഒരുമിച്ച് കലക്കിയിട്ട് ഒരുപാട് വെയിലാകുമ്പോൾ വേർത്ത് പോകണ കാരണം ഈ ഉപ്പിട്ട് കഞ്ഞി ആദ്യം വിളമ്പിയിട്ട് ഞാൻ ഫാൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പോവാണ്. അല്ലാണ്ട് ഈ ചൂടുള്ള കഞ്ഞി കൊണ്ടുകൊടുത്താൽ അവർക്ക് അപ്പം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നല്ല വെയിലും അല്ലേ പുറത്ത്. അത് കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള ചോറ് ഊറ്റി വെച്ചിട്ട് അവർക്കുള്ള ഉപ്പേരിയും പിന്നെ ചെറിയൊരു പാത്രത്തിൽ അച്ചാറും എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കഞ്ഞി പാകത്തിന് ചൂടായപ്പോൾ വേഗം തന്നെ തൂക്കുപാത്രത്തിലാക്കി വെച്ചു. ആ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചു കേട്ടോ. പാടത്തേക്ക് പോകുന്നതിന് മുന്നേ കുളിച്ച് റെഡി ആയി വന്നത് മേലൊക്കെ മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കഞ്ഞിയും അതുപോലെ അവർക്കുള്ള പ്ലേറ്റും ബ്രാലക്കൈയിലൊക്കെ ആയിട്ട് പാടത്തേക്ക് പോയി. ആരും എനിക്ക് ഗേറ്റ് തുറന്നു തരാം. അവനെ പാടത്ത് കഞ്ഞി കൊണ്ടെടുത്ത് വന്നിട്ട് വേണം അവനെ അങ്കമാടിയിൽ കൊണ്ടാക്കാനായിട്ട്. ഇന്നലെ മുടക്കായ കാരണം ആൾക്കൊരു ചെറിയൊരു മടിയുണ്ട്. ഒരു ദിവസം ലീവ് കിട്ടിയതിൻ്റെ. ഇത് കഴിഞ്ഞിട്ട് ചായ കൊടുക്കാനും ഞാൻ വരൂട്ടോ അമ്മ, അത് കഴിഞ്ഞിട്ട് അങ്കമാടിയിൽ പോവുള്ളൂ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. പാടത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, കഞ്ഞി കൊണ്ടു കൊടുക്കണ ഒരു നേരം പോലും നമുക്ക് അവിടുത്തെ വെയിൽ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെയൊക്കെ സമ്മതിക്കണം. ഇതാട്ടോ കൂർക്ക തലയ്ക്ക് വെച്ചേക്കാണ് ഒരു കണ്ടത്തിൽ. അടിപൊളിയാണ്. അത് നന്നായി തഴച്ച് വന്ന് ഞാൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നനയ്ക്കാനൊക്കെ നമ്മൾ വരാറുണ്ട്. ആരുട്ടൻ അവരേക്കാൾ വലിയ പണിയിലാണ് ഇവിടെ കണ്ടത്തിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ